വളരെ മനോഹരമായ ഒരു കൊച്ചു വീട്. പശുവിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കിടാവിനെ പോലെ ആ കൂറ്റൻ ബംഗ്ലാവിന്റെ അരികിൽ നിൽക്കുന്ന ആ ചെറുവീട് ദേവൻ കൗതുകത്തോടെ നോക്കി. തുരുമ്പ് കയറിയ ബംഗ്ലാവിന്റെ ഗേറ്റിന്റെ പൂട്ട് തുറക്കാൻ ദേവൻ പാടുപെട്ടു. ഇത്രയും പണമുള്ളവർക്ക് ഈ ഗേറ്റിന്റെ പൂട്ടൊന്ന് മാറ്റിക്കൂടെ? ദേവൻ സ്വയം പിറുപിറുത്തു. ഒടുവിൽ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറക്കപ്പെട്ടു. അതേസമയം ദേവൻ തുറന്നടയ്ക്കാൻ മറന്ന എസ്റ്റേറ്റിന്റെ ഗേറ്റ് അടഞ്ഞത് ആരും അറിഞ്ഞില്ല. ദേവൻ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്ന് മുറ്റത്ത് പ്രവേശിച്ചു. വളരെ ശാന്തമായ സ്ഥലം. ഒഴിവു സമയങ്ങളിൽ തനിക്ക് കഥയെഴുതാനും കൊള്ളാമെന്ന് ദേവൻ കണക്കുകൂട്ടി. പൊടി പിടിച്ചു കിടക്കുന്ന കൂറ്റൻ ബംഗ്ലാവിന്റെ ഗോപുരങ്ങളിൽ പ്രാവുകൾ ചിറകുണക്കിക്കൊണ്ട് കുറുകുന്നു. ബംഗ്ലാവിന് മുൻപിലുള്ള ചെറിയ ഓടിട്ട സുന്ദരമായ വീട് പെയിന്റ് ചെയ്തിട്ട് അധികമായിട്ടില്ല. ദേവൻ ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്തു കയറി. ചെറിയൊരു നടപ്പുര അഥവാ ഹാൾ. ജനാലകളെ മനോഹരമായി തിരശീല അണിയിച്ചിട്ടുണ്ട്. ചെറിയ ടീപ്പോയ്. പഴയ അജന്ത ക്ലോക്കിൽ ഇപ്പോഴും സമയം 12 മണിയാണ്. മുൻപെങ്ങോ അടയാളപ്പെടുത്തിയ സമയത്തിന്റെ സ്മാരകം പോലെ. ചാന്തിട്ട് മിനുക്കിയ തറ ആരോ തൂത്ത് വൃത്തിയാക്കിയിരിക്കുന്നു. ദേവൻ തന്റെ കയ്യിലെ ബാഗ് ടീപ്പോയിൽ വെച്ചു. ഹാളിൽ നിന്നും 2 ചെറുമുറികൾ, അതിനപ്പുറത്ത് അടുക്കളയും. കൊള്ളാം, ദേവൻ ഇഷ്ടപ്പെട്ടു. ഒഴിവു സമയം നശിപ്പിക്കാൻ ആ വീട്ടിൽ ടി വി ഇല്ല. അതൊരു കുറവായി ദേവന് തോന്നിയില്ല. എഴുതാനുള്ള കടലാസും മഷി നിറച്ച പേനയും കൊണ്ടുവന്നത് വെറുതെയായില്ല. മോനെ, ആരാണ് എന്റെ സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടുള്ളത്? ഒരു സ്ത്രീ ശബ്ദമാണല്ലോ. ദേവൻ പുറത്തു കടന്നു നോക്കിയപ്പോൾ ഒരു മധ്യവയസ്കയാണ്. പ്രായം 50 കഴിഞ്ഞു കാണും. അവർ ദേവനെ നോക്കി എളിമയോടെ ചിരിച്ചു. ആരാ? ഞാനിവിടുത്തെ പണിക്കാരിയാ സാറേ. സാറിന് ചോറും കറിയും വെക്കലും വീട് വൃത്തിയാക്കലുമാണ് എന്റെ പണി. അവർ മറുപടി പറഞ്ഞു. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ത്രേസ്യ. എന്തായാലും ഈപ്പൻ മുതലാളി കൊള്ളാം. തനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ആഹാരത്തിനിനി മുട്ടലുണ്ടാവില്ല. സാറിന്റെ പേരെന്തുവാ? എന്റെ പേര് ദേവൻ. സാറെന്നൊന്നും എന്നെ വിളിക്കണ്ട. അയ്യോ, പിന്നെ ഞാൻ എന്തോന്ന് വിളിക്കും? പേര് വിളിക്കാനൊന്നും എന്നെ കൊണ്ട് മേല. പേര് വിളിക്കാൻ ആരാ പറഞ്ഞേ? ചേച്ചി മോനേന്ന് വിളിച്ചാ മതി. ത്രേസ്യ ദേവന്റെ മുഖത്ത് നോക്കി ഒന്നുകൂടി ചിരിച്ചു. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. ടി വി ഇല്ലെന്നേ ഉള്ളൂ. ടി വിയൊക്കെ ആർക്ക് വേണം? വീടിന് പിറകിൽ വറ്റാത്ത കിണറുണ്ട്. മോട്ടറില്ല. വെള്ളം ഞാൻ കോരി വെച്ചോളാം. ബാത്റൂമുണ്ടോ? ഉണ്ട്. പുറത്താണ്. ഉണ്ടല്ലോ, സന്തോഷം. ദേവൻ വീടിന്റെ പുറകിലേക്ക് പോയി. അവിടെ ചുറ്റുമതിൽ കെട്ടിയ കിണർ. അതിൽ കുറച്ച് കരിയിലകൾ വീണ് കിടപ്പുണ്ട്. ദേവൻ കിണറ്റിലേക്കൊന്ന് എത്തി നോക്കി. പാളയും കയറും കപ്പിയിൽ കിടപ്പുണ്ട്. കപ്പിയിൽ ആവശ്യത്തിന് തുരുമ്പ് കയറിയിട്ടുണ്ട്. എങ്കിലും ഉപയോഗിക്കാം. അപരിചിതനായ മനുഷ്യനെ കിണറ്റിലെ കുമ്പിപ്പരലുകൾ തുറച്ചു നോക്കി. ദേവൻ കിണറ്റിൽ നിന്നും ഒരു പാള വെള്ളം കോരിയെടുത്തു. നട്ടുച്ച വെയിലിന്റെ കോപമകറ്റാൻ ആർത്തിയോടെ 3-4 കവിൾ കുടിച്ചു. കൊള്ളാം. കരിങ്കൽപ്പാറയിലെ കരുപ്പൊട്ടി വരുന്ന വെള്ളത്തിനും ഗുണമൊന്ന് വേറെ തന്നെയാണ്. മോന് രാത്രി കഴിക്കാൻ എന്താ വേണ്ടേ? ഞാൻ കുറച്ച് പഴം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിനിയൊന്നും വേണ്ട. മോന് നാളെ രാവിലെ ചായക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എന്തായാലും മതി. എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്കണം. ഒരു മടിയും വേണ്ട. എന്ത് വേണേലും ഉണ്ടാക്കിത്തരാം. അതിനുള്ള സാധനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെയുണ്ടോ? സംസാരത്തിനിടയിൽ ദേവൻ ദേവൂട്ടിക്കും മീനാക്ഷിക്കും താൻ എസ്റ്റേറ്റിലെത്തിയത് വാട്സപ്പ് ചെയ്തു. അപ്പോഴാണ് ഒരു പിക്കപ്പ് വാൻ ആ മുറ്റത്തേക്ക് പാഞ്ഞു വന്നത്. മുറ്റത്ത് നിർത്തിയ വാനിലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു അതികായനായ മനുഷ്യൻ പുറത്തേക്കിറങ്ങി. വാനിൽ നിന്നും അയാൾ ഒരു ചാക്കുകെട്ട് പുറത്തേക്ക് വലിച്ചിട്ടു. പാറിപ്പറന്ന തലമുടിയും വെള്ളിവരകൾ വീണ താടിയുമുള്ള അയാൾ കറുത്ത ജീൻസും ചുവന്ന കല്ലുകുപ്പായവുമാണ് അണിഞ്ഞിരിക്കുന്നത്. അയാൾ കുപ്പായത്തിന്റെ കൈകൾ മടക്കി വെച്ചിട്ടില്ലായിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ദേവനെ ഒന്ന് നോക്കിയ ശേഷം അയാൾ വണ്ടിയെടുത്തുകൊണ്ട് മുറ്റത്തു നിന്നും അതിവേഗം പുറത്തേക്ക് കുതിച്ചു. ത്രേസ്യ ചാക്ക് ഒറ്റയ്ക്കെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഈ ചാക്ക് നമ്മുടെ വീട്ടിലേക്കുള്ളതാണോ? അതെ. ത്രേസ്യ ഭാരം താങ്ങാൻ കഴിയാതെ നിന്ന് കിതച്ചു. ചേച്ചി എടുക്കണ്ട, ഞാനെടുക്കാം. ദേവൻ ആ ചാക്ക് പുഷ്പം പോലെ കൊണ്ടുപോകുന്നത് ത്രേസ്യ കൗതുകത്തോടെ നോക്കി നിന്നു. ചേച്ചിയെ, ഇതെവിടെയാ വെക്കേണ്ടേ? വീടിനുള്ളിൽ നിന്ന് ദേവന്റെ വിളികേട്ട് ത്രേസ്യ അകത്തേക്ക് ചെന്നു. അടുക്കളയിലോട്ട് വെച്ചോളൂ മോനെ. ത്രേസ്യ വീട്ടിൽ നിന്നും പോകുന്നേരം ദേവൻ അവരെ വിളിച്ചു. അതെ, ഒരു കാര്യം.
എന്താ മോനെ? ഈ ജോണിക്കുട്ടി എങ്ങാനും കണ്ട ഞാൻ അന്വേഷിച്ചതായി പറയണം. എസ്റ്റേറ്റിലെ കാര്യങ്ങൾ അയാളോട് ചോദിച്ചറിയാനാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോ മോൻ കണ്ടില്ലായിരുന്നോ ആ ചാക്ക് വണ്ടിന്ന് എടുത്തിട്ടയാളെ? അയാളാണ് ജോണിക്കുട്ടി. എന്നിട്ടെന്താ അയാൾ എന്നോടൊരു വാക്കുപോലും മിണ്ടാതെ പോയേ? അയാളൊരു വല്ലാത്ത മനുഷ്യനാ മോനെ. കൂടുതൽ പറഞ്ഞ ആദ്യ ദിവസം തന്നെ ചേച്ചി പരദൂഷണം പറയുവാന്ന് മോൻ കരുതും. അങ്ങനെയൊന്നുമില്ല, ചേച്ചി പറ, അയാളെന്താ എന്നോട് മിണ്ടാതെ പോയത്? അയാൾ അങ്ങനെയാ. 8 വർഷം മുന്നേ നെൽസൺ സാർ മരിച്ചതിന് ശേഷം ഈ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ നോക്കി നടത്തണത് ഈ ജോണിക്കുട്ടിയാ. അയാളൊരു വല്ലാത്ത സാധനാണ് മോനെ. 50 കഴിഞ്ഞ് എനിക്ക് പോലും അയാളുടെ മുൻപിൽ വരാൻ സത്യത്തിൽ പേടിയാ. കണ്ണി ചോരയില്ലാത്തവൻ. എല്ലാ തെമ്മാടത്തരവും കയ്യിലുണ്ട്. ഇല്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആരാ ചേച്ചി ഈ നെൽസൺ? അയാൾ എങ്ങനെയാ മരിച്ചത്? നെൽസൺ സാറ് ഈ എസ്റ്റേറ്റിലെ മുമ്പത്തെ മാനേജറായിരുന്നു. ദേവൻ ഒന്ന് ചെറുതായി നടുങ്ങി. അയാൾ എങ്ങനെയാ മരിച്ചത്? വിഷമിളകിയ തെരുവുനായ കടിച്ചു കൊല്ലുകയായിരുന്നു അത്രേ. തെരുവുനായ തന്നെയാണല്ലോ അല്ലേ? അതേ മോനെ. പിറ്റേ ദിവസം ആ നായയെ തോട്ടം പണിക്കാരെല്ലാരും ചേർന്ന് തല്ലിക്കൊന്നു. അപ്പൊ കുഴപ്പമില്ല. നെൽസൺ സാറ് മരിച്ചതിന് ശേഷം ജോണിക്കുട്ടി ഈ എസ്റ്റേറ്റിലെ എല്ലാം ആയി. മരിച്ച നെൽസൺ സാറ് ജോണിക്കുട്ടിയുടെ വലിയ ചെങ്ങാതിയായിരുന്നു. അപ്പോ 8 വർഷം മുൻപ് നായ കടിച്ചു കൊന്ന നെൽസൺ സാറിന് പകരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലേ? അതെന്താ 8 വർഷമായിട്ട് വേറെ ഒരാളെയും മാനേജറായിട്ട് കമ്പനിക്ക് കിട്ടാതിരുന്നത്? അതിന് കാരണമുണ്ട് മോനെ. ജോലി കിട്ടി വരുന്നവരുടെയൊക്കെ വിവരം എങ്ങനെയെങ്കിലും ജോണിക്കുട്ടി കണ്ടുപിടിക്കും. എന്നിട്ട് നെൽസൺ സാറിന്റെ മരണത്തെപ്പറ്റിയൊക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞ് പേടിപ്പിക്കും. മാനേജർ ജോലിക്ക് ആരും വന്നില്ലെങ്കിൽ ഇയാൾക്കിവിടെ തോന്നിയതുപോലെ നടക്കാലോ. ഇത്തവണ അയാൾക്ക് മോന്റെ നമ്പർ കിട്ടിക്കാണില്ല, അതായിരിക്കും വിളിക്കാഞ്ഞത്. കഥയിൽ ഇങ്ങനെയൊരു വില്ലനുണ്ടാവുമെന്ന് കരുതിയില്ല. എന്തായാലും നോക്കാം. ഞാൻ നാളെ അതിരാവിലെ വരാം. മുറ്റും അകമൊക്കെ അടിക്കണം, വെള്ളം കോരണം, പാത്രങ്ങൾ കഴുകണം, ചായക്കുള്ളത് ഉണ്ടാക്കണം. ഉച്ചയ്ക്കുള്ളതും രാത്രിക്കുള്ളതും ഉണ്ടാക്കിയിട്ട് ചൂടാറാത്ത പാത്രത്തിൽ വെച്ചാ പോരെ? ഓ മതി ചേച്ചി, ധാരാളം. ത്രേസ്യ പോയി. അപ്പോഴാണ് ദേവന്റെ ഫോണിലേക്ക് മീനാക്ഷിയുടെ കോൾ. താൻ എന്തൊരു മനുഷ്യനാടോ? നീ കാര്യം പറ. അവിടെ എത്തിയാല് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാ. ഒന്നും ചെയ്തില്ല, ദുഷ്ടൻ. ഞാൻ ചെയ്തല്ലോ. ദേവൻ വാട്സപ്പ് നോക്കി. ഒരൊറ്റ മെസ്സേജും സെൻഡ് ആയിട്ടില്ല. മാളൂട്ടി, ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. റേഞ്ച് കുറവായതുകൊണ്ട് മീനാക്ഷി പറയുന്നത് പലതും ദേവന് വ്യക്തമായി കേൾക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് സിഗ്നൽ പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഫോൺ കട്ടായി. മീനാക്ഷിയുടെയും ദേവൂട്ടിയുടെയും ഫോണിലേക്ക് ദേവൻ മാറി മാറി വിളിച്ചു. കോൾ പോകുന്നില്ല. ഇതിപ്പോ നമ്മൾ വന്നേക്കണത് ആമസോൺ കാട്ടിലോ ആഫ്രിക്കൻ കാട്ടിലോ? ദേവൻ ആത്മകഥം പറഞ്ഞു. സൂര്യൻ അസ്തമിച്ചതോടെ ദേവൻ പുറത്തുള്ള ബാത്റൂമിൽ പോയി കുളിച്ചു വന്ന് വീടിന്റെ വാതിലടച്ചിരിപ്പായി. മൊബൈൽ ചാർജിലിട്ടു. ബാഗിൽ നിന്നും 2 റോബസ്റ്റ പഴമെടുത്ത് കഴിച്ചു. കുടിക്കാൻ വെള്ളം വേണം. ടീപ്പോയിൽ ജഗിൽ വെള്ളമുണ്ട്. ത്രേസി ചേച്ചി കൊണ്ടുവച്ചതായിരിക്കും. എന്ത് നല്ല സ്ത്രീ. നേരം അങ്ങോട്ട് പോകുന്നില്ല. ദേവൻ ചാർജിലിട്ട മൊബൈൽ നോക്കി. മെസ്സേജുകളൊന്നും പോയിട്ടുമില്ല, വന്നിട്ടുമില്ല. ദേവൻ വെള്ളം കുടിച്ചുകൊണ്ട് ബാഗിൽ നിന്നും കടലാസെടുത്ത് എഴുതാൻ തുടങ്ങി. എന്തെഴുതും? ഈ കാട്ടിലിപ്പോ കേൾക്കാൻ തുടങ്ങിയ കുറുക്കന്മാരുടെ നിലവിളിയോ? അതോ മനസ്സിനെ കുത്തിപ്പറിക്കുന്ന ഈ ഏകാന്തതയോ? അതോ ഇരുട്ടിൽ മൂകയായി നിൽക്കുന്ന ആ ബംഗ്ലാവിനെ കുറിച്ചോ? ഒന്നും മനസ്സിന് ചേരുന്നതല്ല. ചുമ്മാ എന്തൊക്കെയോ കോറി വരച്ച കടലാസുകൾ അയാൾ ചുരുട്ടി പുറത്തേക്കെറിഞ്ഞു. മനസ്സ് ശാന്തമല്ല. മനസ്സ് മുഴുവൻ അയാളാണ്, ആ ജോണിക്കുട്ടി. ത്രേസ്യേച്ചി പറഞ്ഞതെല്ലാം സത്യമായിരിക്കണം. അയാളുടെ കണ്ണുകൾ കണ്ടാലറിയാം. തനിക്കായി കിടക്ക വിരിച്ച് സുന്ദരമാക്കപ്പെട്ട തന്റെ മുറിയിലേക്ക് ദേവൻ പോയി. എല്ലായിടത്തും ശാന്തമാണ്. തനിക്ക് സംസാരിക്കാൻ ആരുമില്ല, അത്രയുള്ളൂ പ്രശ്നം. നാളെ രാവിലെ ത്രേസ്യേച്ചി വരുമല്ലോ. അവര് നല്ലൊരു സ്ത്രീയാണ്. ആ കുഴിഞ്ഞ കണ്ണുകളിൽ കുടുംബത്തിന്റെ വറ്റാത്ത കഷ്ടപ്പാടിന്റെ ഉറവയുണ്ട്. ദേവൻ ലൈറ്റണച്ചു. അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. വീടിനു മുന്നിൽ എപ്പോഴോ ഉച്ചത്തിൽ ഓരിയിട്ട പട്ടിയുടെ ശബ്ദം കേട്ട് ദേവൻ ഞെട്ടിയുണർന്നു. മേൽക്കൂരയുടെ ചില്ലോടിനുള്ളിലൂടെ നിലാവ് മുറിയിലേക്ക് കടന്നിട്ടുണ്ട്. താൻ എന്തിനാണ് ഭയക്കുന്നത്? ഇതിനുള്ളിൽ ആരുമില്ലല്ലോ. പട്ടി പുറത്തല്ലേ? അത് ഉച്ചത്തിൽ കുരയ്ക്കട്ടെ, ഇനിയും ഇനിയും കുരയ്ക്കട്ടെ, തനിക്കെന്താണ്? എന്നാൽ അപ്പോഴാണ് ആ മുറിയുടെ മൂലയിൽ ഒരു കരിനിഴൽ പതുങ്ങി നിൽക്കുന്നതുപോലെ ദേവന് തോന്നിയത്. ഒരുപക്ഷെ തോന്നലായിരിക്കാം. പക്ഷേ അതൊരു സ്ത്രീരൂപമല്ലേ? കറുത്ത നീണ്ട ഫ്രോക്ക്,
കാലുവരെ അണിഞ്ഞു നിൽക്കുന്ന ഒരു നിഴൽ അതനങ്ങാതെ ദേവനെ നോക്കി നിൽക്കുകയാണ്. കറുത്ത നീണ്ട ശില പോലെ. ശിലയോ? അതെ, അങ്ങനെയേ പറയാൻ കഴിയും. പ്രേതമെന്ന് പറയുന്നത് സത്യമാണോ? ദേവൻ ധൈര്യം സംഭരിച്ചെഴുന്നേറ്റു. വിരലുകൾ സ്വിച്ച് ബോർഡിൽ പതിഞ്ഞു.